بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. صفة حائط الجنة. സ്വർഗത്തിലെ ഭിത്തി. വഅറാളിഹ, സ്വർഗത്തിലെ ഭൂപ്രദേശം. വാസ്ജാരിഹ, അവിടുത്തെ വൃക്ഷങ്ങൾ. വാൻഹാരിഹ, സ്വർഗത്തിലെ പുഴകൾ. ഇതിനെക്കുറിച്ചെല്ലാമുള്ള ചെറിയ വിവരണം. തഅമ്മൽ, നീ ചിന്തിക്ക്, ഫി സൂറത്തിൽ ജന്ന, സ്വർഗത്തിന്റെ ആ രൂപത്തിനെ കുറിച്ച് നീ ഒന്ന് ചിന്തിക്കും. വതഫക്കർ, നീ ചിന്തിക്ക്, ഫി ഗിബ്തത്തി സുക്കാനിഹ, ആ സ്വർഗത്തിലെ താമസക്കാരുടെ ആത്മാഭിമാനത്തെക്കുറിച്ച് നീ ചിന്തിക്കും. ഗിബ്തത്ത്. വഫി ഹസ്രത്തി മൻ ഹുരിമഹ, സ്വർഗം നഷ്ടപ്പെടുത്തപ്പെട്ടവർ, സ്വർഗത്തിൽ നിന്നും മഹ്റൂമാക്കപ്പെട്ടവർ, അവരുടെ ദുഃഖം എങ്ങനെയായിരിക്കും, അതിനെക്കുറിച്ച് നീ ചിന്തിക്കുക. ലിഖനാഅതിഹി ബിദ്ദുന്യ, എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടത്? അവര് ദുന്യാവ് കൊണ്ട് തൃപ്തിപ്പെട്ടതിന് വേണ്ടി. ഇവദൻ അൻഹ, സ്വർഗത്തിന് പകരമായി ദുന്യാവ് കൊണ്ട് തൃപ്തിപ്പെട്ടു. അങ്ങനത്തെ ആളുടെ ദുഃഖത്തെക്കുറിച്ച് നീ ചിന്തിക്കുക. വഖദ് ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഹായിത്തൽ ജന്നത്തി, സ്വർഗത്തിലെ ഭിത്തി, ലബിനത്തും മിൻ ഫിളത്തിൻ, വെള്ളിയുടെ ഇഷ്ടിക കൊണ്ടായിരിക്കും. വനബിലത്തും മിൻ ദഹബിൻ, സ്വർണത്തിന്റെ ഇഷ്ടിക കൊണ്ടുമായിരിക്കും. തുറാബുഹ, അവിടുത്തെ മണ്ണ് ജഅഫറാനും കുങ്കുമമായിരിക്കും. തീനുഹ, അവിടുത്തെ തീൻ എന്ന് പറഞ്ഞാൽ കളിമണ്ണ് കുഴഞ്ഞത്, അത് മിസ്കുൻ, കസ്തൂരിയായിരിക്കും. വസുഇല സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തുർബത്തിൽ ജന്ന, സ്വർഗത്തിലെ മണ്ണിനെ കുറിച്ച് അവിടുന്നോട് ചോദിക്കപ്പെട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. കാല, അപ്പോ അവിടുന്ന് അരുളി, ധർമ്മക്കത്തുൻ ബൈളാവ്, വെളുത്ത നേർമയായ ഒരു സൈസ് മണ്ണായിരിക്കും, പൊടിമണ്ണ്. മിസ്കുൻ ഖാലിസുൻ, ഖാലിസായ കസ്തൂരിയായിരിക്കും അത്. വഖാല അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സർറഹു അൻ യസ്ഖിയഹു അല്ലാഹു അസ്സ വജല്ല, ആരെങ്കിലും സന്തോഷിപ്പിച്ചാൽ അല്ലാഹു തആല അവനെ കുടിപ്പിക്കൽ. അൽ ഖംറ ഫിൽ ആഖിറ, ആഖിറത്തിൽ മദ്യം കുടിപ്പിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഫൽ യത്രുക്കുഹ, അതിനെ അവൻ ഉപേക്ഷിക്കട്ടെ. ഫി ദുന്യ, ദുന്യാവിൽ. വമൻ, ഒരാള് സർറഹു അൻ യക്സുഹു അല്ലാഹുൽ ഹരീറ ഫിൽ ആഖിറ, പാരത്രിക ലോകത്ത് അല്ലാഹു തആല പട്ട് ധരിപ്പിക്കുന്നതിനെ ഒരുത്തന് ഇഷ്ടപ്പെട്ടാൽ ഫൽ യത്രുക്കുഹു, അതിനെ അവൻ ഉപേക്ഷിക്കട്ടെ. ഫി ദുന്യ, ദുന്യാവിൽ. ദുന്യാവിലെ ഖംറിനെ ഉപേക്ഷിക്കുക, ദുന്യാവിലെ പട്ടുവസ്ത്രങ്ങളെ ഉപേക്ഷിക്കുക, സ്വർഗത്തിൽ അത് ലഭിക്കും. കാല, അവിടുന്ന് അരുളി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹാറുൽ ജന്നത്തി, സ്വർഗത്തിലെ പുഴകൾ, തതഫജ്ജറു, അത് പൊട്ടിയൊഴുകും, മിൻ തഹ്തി തിലാലിൻ ഔ തഹ്തി ജിബാലിൽ മിസ്കി, കസ്തൂരിയുടെ കുന്നിന്റെ അടിഭാഗത്തു നിന്നും. അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങനെയാ പറഞ്ഞത്, കസ്തൂരി മലയുടെ അടിയിൽ നിന്നാണ് ആ പുഴ പൊട്ടിയൊഴുകുന്നതെന്ന്. വലൗകാന അദ്ന അഹ്ലിൽ ജന്നത്തി ഹുല്യത്തൻ, സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന ഒരു ആഭരണം ധരിച്ചയാള് ബിഹുല്യത്തി അഹ്ലി ദുന്യ ജമീഅഹ, ദുനിയാവിലെ മുഴുവൻ ആൾക്കാരുടെയും ആഭരണത്തിനോട് അതിനെ തുലനം ചെയ്ത് നോക്കപ്പെട്ടാൽ ലകാന മാ യുഹല്ലിഹില്ലാഹു അസ്സ വജല്ല ബിഹി ഫിൽ ആഖിറ, ആഖിറത്തിൽ ഇയാൾക്ക് നൽകുന്ന ആ ഏറ്റവും താഴ്ന്ന രീതിയിലുള്ള ആഭരണം ഉണ്ടല്ലോ, അതാകും അഫ്ളല മിൻ ഹുല്യത്തി ദുന്യ, ദുന്യാവിന്റെ ആഭരണത്തിനേക്കാൾ അഫ്ളലായിരിക്കും. ജമീഅഹ, മുഴുവൻ ആഭരണത്തിനേക്കാൾ. വഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഫിൽ ജന്നത്തി ശജറത്തൻ, സ്വർഗത്തിൽ ഒരു വൃക്ഷമുണ്ട്. യസീറു റാക്കിബു ഫീ ദില്ലിഹ, അതിന്റെ തണലിലൂടെ ഒരു യാത്രക്കാരൻ യാത്ര ചെയ്യും. 100 ആം, 100 വർഷം. ലാ യഖ്തഉഹ, ആ തണല് മുറിച്ച് കടക്കാൻ പറ്റില്ല, അത്രയും ദീർഘമായ തണലുള്ള വൃക്ഷം. ഇഖ്റഉ, നിങ്ങൾ ഓതിക്കോളിൻ ഇൻ ശിഅ്തും, ഇതിന്റെ വിശദീകരണത്തിന് വേണ്ടി
നിങ്ങൾ വിചാരിച്ചാൽ ഓതിക്കോളിൻ വദില്ലി മംദൂദ്. അതിന്റെ വിശദീകരണമാണ് ഈ പറഞ്ഞത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ വദില്ലി മംദൂദ്, നീട്ടപ്പെട്ട നിഴൽ. വഖാല അബൂ ഉമാമത്ത് റളിയല്ലാഹു അൻഹു കാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളുടെ ചിന്തയ്ക്ക് അതീതമാണ് സ്വർഗം, നമുക്ക് മനസ്സിലാകുന്നതല്ല. അതാണല്ലോ മാല ഐനുൻ റഅത് വലാ ഉദുനുൻ സമീഅത്ത് എന്ന് പറഞ്ഞത്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളായിരുന്നു, യഖൂലൂന, അവർ പറയാറുണ്ടായിരുന്നു, ഇന്നല്ലാഹ അസ്സ വജല്ല യൻഫഉന, അല്ലാഹു തആല നമുക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്, ബിൽ അറാബി, ഈ കാട്ടറബികളെ കൊണ്ട്. ടൗണിലല്ലാതെ നാടന്മാരായ അറബികൾ, അറാബ് എന്ന് പറയും, അവരെ കൊണ്ട് പ്രയോജനം ചെയ്യുന്നുണ്ട്. അപ്പൊ മസാഹിലിയും, അവരുടെ ചോദ്യങ്ങളെ കൊണ്ടും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ സഹാബത്തിന് ഭയമാണ്. എന്നാൽ ഈ കാട്ടറബികൾക്ക് അങ്ങനെയൊന്നുമില്ല. അവരൊന്ന് തുറന്ന് ചോദിക്കും, അപ്പൊ നബി തങ്ങൾ മറുപടി പറയും, അപ്പൊ അവർക്ക് വിവരം കൂടുതൽ കിട്ടും. അപ്പോൾ സഹാബത്ത് ചോദിക്കാത്ത കാര്യങ്ങൾ ആറാബികൾ വന്ന് ചോദിക്കും, അതാണ് പ്രയോജനം ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അക്ബല അറാബിയൻ, ഒരു അറാബി വന്നു. കാല യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ദക്കറല്ലാഹു ഫിൽ ഖുർആനി, ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ഷജറത്തൻ മൂദിയത്തൻ, ഉപദ്രവകരമായ ഒരു മരത്തിനെ കുറിച്ച്. വമാ കുന്തു അദിരി, എനിക്കറിഞ്ഞുകൂടല്ലോ, അന്നഫിൽ ജന്നത്തി ഷജറത്തൻ തൂദി സാഹിബഹ, സ്വർഗത്തില് അവിടെയുള്ള ആൾക്കാരെ ഉപദ്രവിക്കുന്ന മരമുണ്ടാകാന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷെ ഖുർആനിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ഒരു അറാബിയ മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പൊ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിച്ചു, മാഹി, അത് ഏത് വൃക്ഷമാണ്? കാല, അവിടുന്ന് അദ്ദേഹം പറഞ്ഞു, സിദുറു മരം, ഖുർആനിൽ വന്നതല്ലേ, ഫീ സിദ്രി മഖ്ദൂദ് ഫൈനലഹാ ഷൗക്കൻ, അതിന് മുള്ളുള്ളതല്ലേ, മുള്ളു കൊള്ളില്ലേ. അപ്പൊ കാല, അപ്പൊ അവിടുന്ന് അത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖാല അല്ലാഹു തആല, അള്ളാഹു പറഞ്ഞത് ഫീ സിദ്രിൻ മഖ്ദൂദിൻ എന്നാണ്. മഖ്ദൂദ് എന്ന് പറഞ്ഞാൽ അടർത്തി മാറ്റപ്പെട്ടത്. യഖ്ദുല്ലാഹു, അല്ലാഹു തആല പറിച്ചെടുത്ത് കളയും, ഒടിച്ചു കളയും, അടർത്തി കളയും. ഷൗക്കഹു, അതിന്റെ മുള്ളിനെ അല്ലാഹു തആല പൊട്ടിച്ചു കളയും. ഫയജഅലു മക്കാന കുല്ലി ഷൗക്കത്തിൻ, ഓരോ മുള്ളിന്റെ സ്ഥാനത്ത് അല്ലാഹു വെക്കും സമറത്തിന്, ഓരോ പഴത്തിന്. സുമ്മ തൻഫത്തിഖു സമറത്തു മിൻഹാ, ആ പഴമെല്ലാം ബിണ്ട് കീറും. അനിസ്നൈനി വസബഈന ലൗനം മിനൽ തആമി, 72 കളറുള്ള ഭക്ഷണമായിട്ട് അത് വിണ്ട് കീറും. അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ വരും ആ പഴത്തിൽ നിന്നും. മാമിൻഹാ ലൗനൻ യുസ്ബിഹുൽ ആഖറ, അതിൽപ്പെട്ട ഒരു നിറം മറ്റൊരു നിറത്തിനോട് സാദൃശ്യമാവുകയില്ല. അങ്ങനത്തെ 72 നിറത്തിലുള്ള പഴം, ഭക്ഷണം അതിൻ്റെ ഉള്ളിൽ നിന്ന് വെളിയിൽ വരും. വഖാല ജരീർ ബിൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു നസൽന സഫാഹ, ഞങ്ങൾ സഫാഹിൽ ഇറങ്ങി. അദ്ദേഹം പറയാണ്, ജരീർ ബിൻ അബ്ദില്ല, സഫാഹിൽ ഞങ്ങൾ ഇറങ്ങി, ഏതോ യാത്രയിൽ. പൈത അന്നേരം കാണാം, റജുലിന്, ഒരാൾ, നായിമിന് ഉറങ്ങുകയാണ്, തഹത്ത ശജരത്തിൽ, ഒരു മരത്തിന്റെ ചോട്ടി കിടന്ന് ഉറങ്ങുന്നു. അത് കാദത്തി ശംസു അൻ തബ്ലുഗഹു, വെയില് അദ്ദേഹത്തിൽ എത്താൻ അടുത്തു. വെയില്, ഭയങ്കര തീഷ്ണമായ ചൂട് അറേബ്യയില്, അത് അദ്ദേഹത്തിൽ എത്താൻ അടുത്തു. ഖുൽതുലിൽ ഗുലാമി, അപ്പൊ ഞാൻ എൻ്റെ അടിമയോട് പറഞ്ഞു, ഇന്ദലക്ക് ബിഹാദൻ നെത്തഖി, ഈ വിരിപ്പുമായിട്ട്, തോലിന്റെ ഈ വിരിപ്പുമായിട്ട് നീ പോ. എന്നിട്ട് ഫാദില്ലഹു, ആ മനുഷ്യന് തണലിട്ട് കൊടുത്തു. അങ്ങനെ ഫന്തലക്ക, എൻ്റെ അടിമ പോയി. ഫാദല്ലഹു, അദ്ദേഹത്തിന് തണലിട്ട് കൊടുത്തു. ഒരാളിങ്ങനെ ഉറങ്ങുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി ഒന്ന് തണലിട്ട് കൊടുക്കണമെന്ന്. അങ്ങനെ തണലിട്ട് കൊടുത്തു. ഫലമ്മസ്തൈഖദ, അപ്പൊ അദ്ദേഹം ഉണരുന്നവരെ ഇദ്ദേഹം നിന്നു. ഉണർന്നു നോക്കുമ്പോൾ ഫൈദാഹുവ സൽമാനു, മഹാനായ സൽമാനുൽ ഫാരിസിയ റളിയല്ലാഹു അൻഹു. ഫാതൈതുഹു, ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ചെന്നു. ഉസല്ലിമു അലൈഹി, അദ്ദേഹത്തിന് സലാം പറഞ്ഞുകൊണ്ട് ചെന്നു. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, യാ ജരീറെ, തവാളഅ ലില്ലാ, നീ അള്ളാഹുവിന് താഴ്മ കാണിക്കും. കാരണം ഫൈന്നമൻ തവാളഅ ലില്ലാഹി ഫി ദുനിയ, ദുനിയാവിൽ ഒരാൾ അള്ളാഹുവിന് വേണ്ടി താഴ്മ കാണിച്ചാൽ റഫഅഹു അല്ലാഹു യൗമൽ ഖിയാമ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ അള്ളാഹു തആല ഖിയാമത്ത് നാളിൽ ഉയർത്തും. ആ ഖിയാമത്ത് നാളിൽ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ ഇവിടെ താഴ്മ കാണിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഹൽ തദ്രി, നിനക്കറിയുമോ, മദ്ദുലുമാത്തു യൗമൽ ഖിയാമ, ഖിയാമത്തിലെ ഇരുട്ടുകൾ എന്താണെന്നറിയുമോ? ഞാൻ പറഞ്ഞു, ലാ അദ്രി, എനിക്കറിഞ്ഞുകൂടാ. ഖാല, അദ്ദേഹം പറഞ്ഞു,
ലറമന്നാസു ബഅദുഹും ബഅദ, ജനങ്ങൾ പരസ്പരം എന്ത് ചെയ്യും? അക്രമം കാണിക്കും. ആ അക്രമമാണ് ഇരുളായിട്ട് വരുന്നത് ഖിയാമത്തിൽ. പിന്നീട് അഹദ, അദ്ദേഹം എടുത്തു ഉവൈദൻ, ഒരു ചെറിയൊരു മരക്കഷ്ണം, ലാ അക്കാദു അറാഹു മിൻ സിഗരിഹി, അതിന്റെ ആ വലിപ്പത്തിന്റെ ആ കുറവ് കാരണം, ചെറുപ്പം വളരെ ചെറുതായ കാരണം എനിക്ക് കാണാൻ പോലും കഴിയുന്നില്ല, അത്തരം ഒരു മരക്കത്തിന്റെ കഷ്ണം അദ്ദേഹം എടുത്തു. കാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ജരീറു ജരീറെ ലൗ തലബത്ത മിസ്ലഹാദ ഫിൽ ജന്നത്തിൽ ലം തജിദുഹു, ഇതുപോലത്തെ ഒരു കഷ്ണം പോലും നിനക്ക് സ്വർഗത്തിൽ കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, യാ അബു അബ്ദില്ല, അബു അബ്ദില്ല, ഫൈനൽ നഖ്ലു വസ്സജറു, അവിടെ ഈന്തപ്പനയുണ്ട്, വൃക്ഷമുണ്ടല്ലോ, പിന്നെ ഇത് കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാല, മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസൂലുഹൽ ലുഅ്ലുഉ, അതിന്റെ അടിഭാഗം രത്നമായിരിക്കും, വദ്ദഹബു, സ്വർണവുമായിരിക്കും ആ മരത്തിന്റെ, വാഅല, മേൽഭാഗം അസ്സമറു, പഴമായിരിക്കും. മുകളിൽ പഴമുണ്ടെന്നുള്ളതല്ലാതെ ഈ വൃക്ഷം നമ്മുടെ ഈ നാട്ടിലെ തടി പോലെ ആയിരിക്കില്ല, മുത്തിന്റെയും പവിഴത്തിന്റെയും തടിയായിരിക്കുമെന്ന് മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു ജരീർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന് വിവരിച്ചു കൊടുത്തു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സിഫത്തു ലിബാസി അഹ്ലിൽ ജന്ന, സ്വർഗവാസികളുടെ വസ്ത്രം, വഫുറുഷിഹിം, അവരുടെ വിരിപ്പുകൾ, വസുറൂരിഹിം, അവരുടെ കട്ടിലുകൾ, വ അറായിക്കിഹിം, അവരുടെ സോഫകൾ, വഖിയാമിഹിം, അവരുടെ കൂടാരങ്ങൾ, അതിനെല്ലാം കുറിച്ച്. ഖാല അല്ലാഹു തആല, യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബ് വലുഅ്ലുഅ വലിബാസുഹും ഫീഹാ ഹരീർ. യുഹല്ലൗന ഫീഹാ, സ്വർഗവാസികൾക്ക് സ്വർഗത്തിൽ ആഭരണം അണിയിക്കപ്പെടും, മിൻ അസാവിറ മിൻ ദഹബിൻ, സ്വർണത്തിന്റെ വളകൾ, വലുഅ്ലുഅ, മുത്തിന്റെയും, വലിബാസും, അവരുടെ വസ്ത്രം, ഫീഹാ, സ്വർഗത്തിൽ, ഹരീർ, പട്ടായിരിക്കും. സൂറത്തുൽ ഹജ്ജിലെ ആയത്താണ്. വൽ ആയാത്തു, ആയത്തുകൾ, ഫീ ദാലിക, ഈ വിഷയത്തിൽ, കസീർ, ധാരാളമുണ്ട്. ഇന്നമാ തഫ്സീലുഹു, ഇതിന്റെ വിശദീകരണം, ഫിൽ അഖ്ബാരി, ഹദീസുകളിലും വന്നിട്ടുണ്ട്. ഫഖദ് റവാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ യദ്ഖുലുൽ ജന്നത, ഒരാൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ, യൻഅം, അവൻ പിന്നെ ആസ്വദിക്കും, അവൻ അനുഭവിക്കും, വലാ യബ്അസ്, അവൻ ബുദ്ധിമുട്ട് അനുഭവിക്കുകയില്ല, ലാ തുബ്ലാ സിയാബുഹു, അവന്റെ വസ്ത്രം നുരുമ്പിക്കപ്പെടുകയില്ല, വലാ യുഫ്നാ ശബാബുഹു, അവന്റെ യുവത്വം നശിപ്പിക്കപ്പെടുകയുമില്ല. സ്വർഗത്തിലുണ്ട്, ഫിൽ ജന്നത്ത്, സ്വർഗത്തിലുണ്ട്, മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, വലാ ഉദുനുൻ സമിഅത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തത്, വലാ ഖത്തറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ കൽബിൽ ഉദിക്കാത്തത് സ്വർഗത്തിലുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നതെല്ലാം നമുക്ക് മനസ്സിലാകുന്നതാണ്. ചില കാര്യങ്ങൾ, എന്താണ് വൃക്ഷത്തിന്റെ നീളം, തണലിന്റെ നീളമൊക്കെ പറഞ്ഞില്ലേ, കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ആയിട്ട് തോന്നും. സ്വർഗം ഇതൊന്നും, ഇതിന്റെ എല്ലാം അപ്പുറയാണ് സ്വർഗം. ചെറിയ കാര്യങ്ങൾ നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നു മാത്രം. വഖാല റജുലുൻ, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അഖ്ബിർന, അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം നബിയെ, അൻ സിയാബി അഹ്ലിൽ ജന്നത്തി, സ്വർഗവാസികളുടെ വസ്ത്രങ്ങളെ കുറിച്ച് അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അതവിടെ നിൽക്കട്ടെ, ഇൻഷാ അല്ലാഹ് നാളെ എടുക്കാം.